അസദ് ഭരണകൂടത്തിന്റെ പതനത്തിന് ശേഷം സിറിയൻ അതിർത്തിയിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശത്തു നിന്നും പിന്മാറണമെന്ന് പുതിയ സർക്കാർ ആവശ്യപ്പെട്ടതിന് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തെക്കൻ സിറിയയിലെ സിറിയൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഇസ്രായേൽ. സിറിയൻ സൈന്യത്തിന്റെ ആയുധശേഖരങ്ങൾ ഇസ്രായേലിന് ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് സൈനിക നടപടി. തെക്കൻ സിറിയയിലെ സിറിയൻ സൈനികാസ്ഥാനങ്ങളും ആയുധശേഖരണവും ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേലി എയർഫോഴ്സ് മിന്നലാക്രമണം നടത്തിയത്. അസദിന്റെ പതനത്തോടെ അന്നത്തെ സൈന്യം സൈനിക കേന്ദ്രങ്ങളും ആയുധങ്ങളും ഉപേക്ഷിച്ച് കടന്നിരുന്നു. സിറിയയുടെ തെക്ക് ഭാഗത്തുള്ള ഈ ആയുധശേഖരണങ്ങൾ തെക്കൻ ഇസ്രായേലിലെ പൗരന്മാർക്ക് ഭീഷണിയാണെന്ന കണ്ടെത്തലിലാണ് ഇസ്രായേൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ സേന പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തെക്കൻ സിറിയയിൽ ഇസ്രായേൽ പൗരന്മാർക്ക് ഭീഷണി ഉയർത്തുന്ന ഏത് നടപടിയും ചെറുക്കുമെന്നും ആക്രമിക്കുമെന്നും സൈനികവൽക്കരിക്കപ്പെട്ട തെക്കൻ സിറിയ ഉറപ്പാക്കുന്നതിനുള്ള പുതിയ നയത്തിന്റെ ഭാഗമാണ് ആക്രമണമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷാ മേഖലയെന്ന് കരുതുന്നിടത്ത് സാന്നിധ്യം സ്ഥാപിക്കുന്നതിനുള്ള സിറിയൻ സേനയുടെയോ തീവ്രവാദ ഗ്രൂപ്പുകളുടെയോ ഏത് ശ്രമവും തടയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെക്കൻ സിറിയയിൽ സമ്പൂർണ്ണ സൈനികവൽക്കരണം ആവശ്യപ്പെട്ടുള്ള നയം ഞായറാഴ്ച നടന്ന പ്രസംഗത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നെതന്യാഹുവിന്റെ പ്രഖ്യാപനവും അതേ തുടർന്നുണ്ടായിരിക്കുന്ന സൈനിക നടപടിയെയും സിറിയ അപലപിച്ചു. അതേസമയം സിറിയയിലെ സ്വീഡ വിമാനത്താവളം ഡ്രൂസ് കീഴടക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ജബൽ ഡ്രൂസ് അല്ലെങ്കിൽ ഹൗറാൻ എന്ന പ്രദേശത്തെ സുവൈദ എന്ന പ്രദേശത്താണ് ഈ സമൂഹം കൂടുതലും താമസിക്കുന്നത്. ജോർദാൻ അതിർത്തിയോട് ചേർന്ന് തെക്കൻ സിറിയയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. സിറിയയിൽ മറ്റ് ഡ്രൂസ് കമ്മ്യൂണിറ്റികളുണ്ട്. ഗോലാൻ കുന്നുകളിൽ അവർ ലെബനനിലെയും സിറിയയിലെയും വിശാലമായ ഡ്രൂസ് സമൂഹത്തിന്റെ ഭാഗമാണ്. സിറിയയിലെ ഡ്രൂസ് വർഷങ്ങളായി നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, പ്രത്യേകിച്ച് സിറിയൻ ആഭ്യന്തര യുദ്ധ സമയത്ത്. ഇസ്രായേലിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവരാണ് തെക്കൻ സിറിയയിൽ താമസിക്കുന്ന ഡ്രൂസ് സമൂഹം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കീന ന്യൂസ്.